ഇലക്ഷൻ ടോക്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് KVK പാർട്ടിയുടെ അഭിഭാഷക ഘടകവും നേതാവുമായ സാക്ഷാലും അജ്മൽ ഇർഷാദാണ്. അദ്ദേഹത്തെ അനുഗമിക്കുന്നത് KVKയുടെ ജനറൽ സെക്രട്ടറി ജാഷിയാണ്. കറന്റ് നിങ്ങളിപ്പോ നമ്മുടെ ഭരണപക്ഷത്താണ് ഇരിക്കുന്നത്. നിങ്ങളെ പറ്റി നമ്മുടെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മ്ലേച്ഛപരമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്താണ് അതിനെതിരെ നിങ്ങൾക്ക് പറയാനുള്ളത്? അതിപ്പോ ഏത് കാലത്താണെങ്കിലും ആര് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ എതിർപ്പുകൾ പല രീതിക്കുണ്ടാവും. നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൽ നമ്മൾ കുറ്റങ്ങൾ മാത്രമേ ഇത് കുറ്റമായിട്ട് കാണുള്ളൂ. കുറ്റം നിറഞ്ഞ കണ്ണിലൂടെ നോക്കുമ്പോൾ ഫുള്ള് കുറ്റമായിട്ട് കാണുള്ളൂ. പക്ഷെ നാളെ നിങ്ങൾക്കെതിരെ തെളിവാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. ഞാൻ അതിനനുസരിച്ച് ആ തെളിവ് നിങ്ങൾക്ക് എഗേൻസ്റ്റ് ആണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാണ്. ടൂറിൽ ഒരുപാട് അഴിമതികളും കാര്യങ്ങളും നടത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അവരെ അടിച്ചേൽപ്പിച്ച പോലെ ടൂർ കൊണ്ടുപോയി എന്നൊക്കെ അവര് കഴിഞ്ഞ വർഷം എന്റെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ടൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ടൂറുകൾ നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോകുന്ന ടൂറുകൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ എടുത്ത് പോകുന്ന ടൂറുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പെട്ടെന്നുള്ള ടൂറിൽ നമ്മൾ സഡൻലി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഫണ്ടിൻ്റെ വിഷയങ്ങൾ പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതുണ്ട്. വണ്ടികൾ ലിമിറ്റഡ് ആവും, ചിലപ്പോൾ വണ്ടി കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ആൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ കൂട്ടേണ്ടി വരും. നമുക്ക് നിലവിൽ പെട്ടെന്നുണ്ടാവുന്ന ട്രിപ്പ് ആകുമ്പോൾ നമുക്കിത് ഫണ്ട് വലിയ വിഷയമാണ്. അപ്പൊ ഫണ്ട് തരാതെ നിങ്ങൾ പേഴ്സണൽ അല്ല, പേഴ്സണൽ അല്ല. ഇവര് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ള പരാതികൾ വരെ വന്നിട്ടുണ്ട്. നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒന്നാമത് പോകുന്നത് ടെറൈൻ ഏരിയയിലേക്ക്, മലയോര പ്രദേശങ്ങളിലേക്കാണ്. നമുക്ക് ആ ഫുഡിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിന്റെ എമൗണ്ട് അവിടെ നമ്മൾ കൂടുതലായിട്ട് കാണും. അതായത് നമ്മളിപ്പോ വിചാരിച്ച സ്ഥലത്ത് നമ്മൾക്ക് ഒരു ടൂറിസ്റ്റ് ഏരിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുഡിന്റെ വില ടൂറിസം വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് കൂടുതലാവും. പക്ഷെ ഞാൻ അറിഞ്ഞൊരു കാര്യം വെച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 2 പേർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പകരം 4 പേർ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ വേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടൂറിന്റെ പാക്കേജിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? 2 നേരം അതല്ല ഉദ്ദേശിച്ചത്. ഒരാൾ തന്നെ 4 ആളെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ടൂറിന്റെ ബഡ്ജറ്റ് വളരെ കൂടുതലായി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മള് മൊത്തത്തില് ടീമിന് ഒരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ബഡ്ജറ്റിന് എതിരായിട്ട്, അതായത് അവർക്ക് പേഴ്സണലി നമുക്കത് അവർക്ക് കുറച്ച് പേയ്മെന്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സമയത്തെ ഇഷ്ടപ്രകാരം അത് കഴിക്കാൻ പറ്റും. അതായത് അവർക്ക് ഇഷ്ടമുള്ള പ്രകാരം കഴിക്കാം. നമ്മൾ മൊത്തത്തിൽ വരുന്ന ബഡ്ജറ്റ് വരുന്നത് ആ എമൗണ്ടിനുള്ളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഫുഡ്, ട്രാവൽ, പെട്രോളിയം എല്ലാം കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേറെ പുറത്തുനിന്ന് നമ്മൾ ഐസ്ക്രീം, സ്നാക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ചോയ്സ് ആണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ കയ്യിൽ നിന്നുള്ള പൈസ കഴിക്കാം. അടുത്ത പ്രാവശ്യം തുടർഭരണം വരികയാണെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടി എന്ത് പുതിയ പ്രോജക്റ്റുകളാണ് നമ്മളിപ്പോ നിലവിലിപ്പോ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയത് ഒരു വൃദ്ധസദനത്തിൽ നമ്മൾ പോയിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ചെറുക്കന്മാരെന്നല്ല, നമുക്ക് സ്കൂളിലായിട്ട് ആർട്സോ സ്പോർട്സോ അങ്ങനെ പരിപാടികളോ നടത്താൻ സ്കൂളിലോ കോളേജിലോ പോകുന്ന ആളുകളെല്ലാം നമ്മൾ. അപ്പോൾ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയില്ല സ്പോർട്സ് ആയിട്ടും ആർട്സ് ആയിട്ടും, ആർട്സ് ഇല്ലാന്നുണ്ടെങ്കിലും കലാപരമായിട്ട് കായികപരമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് സാമൂഹ്യത്തിലേക്ക് നമ്മള് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളുടേതായ ഏരിയയിൽ നമ്മളെന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഇനിയിപ്പോ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ട് ഒരു രോഗനിർണയ ക്യാമ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് ഡോക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ചെയ്യിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പിലും പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മളിത് ഡിലേ ആയിപ്പോയി. നമ്മുടെ നാട്ടുകാർക്ക് എന്ന് എക്സ്പെക്ട് ചെയ്യാം? അത് ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. നമ്മള് ഈ ഇലക്ഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാരണം നമുക്കൊരു ഉപകാരമുള്ളതാണ്. കാരണം ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് നമ്മളുടെ രീതിയിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഇതിൽ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു രോഗനിർണയ ക്യാമ്പ് അവയർനെസ്, അതായത് നമ്മളിപ്പോ കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഫണ്ട് വരുന്നത്, നമുക്ക് പുറത്തുനിന്ന് ഫണ്ടും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതായത് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചില നേരത്തെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് എമർജൻസി ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുത്ത് സഹായിക്കാൻ പറ്റും. അതിപ്പോ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുത്തുകൊണ്ട്
ആ നേരത്തെ എത്രയാണോ എമൗണ്ട് വരുന്നത് നമ്മുടെ കയ്യിലുള്ളത് എമൗണ്ട് നമുക്ക് ഹോസ്പിറ്റലൈസിൽ കൊടുത്തിട്ട് അതിൽ ക്രെഡിറ്റ് പോലെ നമുക്ക് ആ പരിപാടി കഴിയുമ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു തരുന്നൊരു മട്ടിൽ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നിങ്ങളോടാണ്. ഇപ്പോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തെ പിന്തുണക്കാൻ നിങ്ങൾക്ക് എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണക്കുന്നത്, എന്ത് ക്വാളിറ്റിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ളത്? അദ്ദേഹത്തിന് വ്യക്തമായ ലീഡർഷിപ്പ് ഉണ്ട്, കഴിവുണ്ട്, ഇത്ര ആൾക്കാരെ കൊണ്ടിറക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കണത് എന്തുകൊണ്ട് ഒരു പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത്രയും എന്താ പറയാ ഒരു ഗ്യാങ്ങായി നിൽക്കുന്ന ഇപ്പൊ ഒരു വിഭാഗീയത ഉണ്ടാവാൻ കാരണം എന്താ? അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇപ്പൊ എന്തിനാണ് ഒരു ഇങ്ങനെ തുടങ്ങിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെ അഴിമതി എന്നൊക്കെ പറയുന്നുണ്ട്, അവർ തെളിയിക്കട്ടെ. തെളിവ് പോയിട്ട് വന്നു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ ഇപ്പൊ അത്രയും പെർഫെക്റ്റ് ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതുവരെ അങ്ങനെ ഒരു തെറ്റോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു ടൂറിലും അതേപോലെ ഈ നാട്ടിൽ വേണ്ട എല്ലാ കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആണ്? അതെ അതെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ പ്രതിപക്ഷ പാർട്ടി അദ്ദേഹത്തിനെതിരെ തെളിവുകളുമായി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനുമായി തെളിവുകൾ വന്നാൽ അദ്ദേഹം രാജിവെച്ച സ്ഥാനം ഒഴിഞ്ഞ് പുതിയ നേതാവിനെ സ്ഥാനം കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചു. ഇനി നമുക്ക് ഇലക്ഷൻ വരെ കാത്തിരിക്കാം. താങ്ക് യു.